കർക്കിടക മാസം 1-ാം ദിവസം മുതൽ വടക്കൻ കേരളത്തിൽ കർക്കിടക തെയ്യങ്ങൾ ഇറങ്ങി തുടങ്ങി കേട്ടോ. പട്ടിണിയും പരിവട്ടവും നിറഞ്ഞ കാലത്തെ പ്രയാസങ്ങൾ മാറ്റും എന്ന വിശ്വാസത്തെ പിൻപറ്റിയാണ് തെയ്യത്തിന്റെ വരവ്. കാണാം കാസർഗോഡ് മടിക്കയിലെ ഗളിഞ്ചൻ തെയ്യത്തിന്റെ കാഴ്ചകൾ. കളിയാട്ടക്കാലങ്ങൾക്ക് ശേഷം ചായില്യത്തിനും മനയോലയ്ക്കും വീണ്ടും ജീവൻ വയ്ക്കുകയാണ്. കർക്കിടക നാളുകളിൽ അത് അടയാളങ്ങളായി പടർന്നു കയറുന്നത് കുഞ്ഞുമുഖങ്ങളിലേക്കാണെന്ന് മാത്രം. നിറങ്ങളിലൂന്നിയ വരകളിലൂടെയും ആടയാഭരണങ്ങളിലൂടെയുമാണ് ഗളിഞ്ചൻ തെയ്യത്തിന്റെ അലങ്കാരം പൂർത്തിയാകുന്നത്. പഞ്ഞമാസത്തിന്റെ വല്ലായ്മകൾ മാറാൻ തെയ്യവും സംഘവും തോറ്റം ചൊല്ലുമ്പോൾ വീട്ടുകാർ ഗുരുതിയുമായി കാത്തിരിക്കും. ഗുരുതിയൊരുക്കിയ പാത്രം മറയ്ക്കുന്നതോടെ ആ വീട്ടിലെ ദുരിതങ്ങളും ഒഴിയുമെന്നതാണ് ഭക്തരുടെ വിശ്വാസം. മഹാഭാരതത്തിലെ പാശുപതാസ്ത്രം കഥയിൽ നിന്നാണ് കർക്കിടക തെയ്യത്തിന്റെ ഉത്ഭവം. ശിവസങ്കല്പമായ വേടനും പാർവതി സങ്കല്പമായ ആടിയും അർജുന സങ്കല്പമായ ഗളിഞ്ചനുമാണ് തെയ്യക്കോലങ്ങളായി കാസർകോട്ടെ നാട്ടിട വഴികളിലെത്തുക. ഒരു കാലത്തെല്ലാം ഒരുപാട് ദിക്കിൽ നിലച്ചുപോയ അവസ്ഥയുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ വീണ്ടും പല സ്ഥലത്തും ഇതെല്ലാം പുനരാരംഭിച്ചിട്ടുണ്ട്. ഒരുപാട് ആൾക്കാർ ഇപ്പോൾ തെയ്യമായിട്ട് പോകുന്നുണ്ട് മുന്നോട്ട്. തെയ്യക്കാരെ സംബന്ധിച്ചിടത്തോളം നമ്മളെ ജന്മാവകാശം നടത്തിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട് നമ്മളെ നാട്ടുകാരെയും നമ്മളെയും ഒരുപാട് ആ ബന്ധം നിലനിർത്തുന്നതിൽ വലിയൊരു അവിഭാജ്യ ഘടകമാണ് ഈ തെയ്യം. നാടിന്റെ പഴമയും പൈതൃകവും അടയാളപ്പെടുത്തിയാണ് കർക്കിടക തെയ്യങ്ങളുടെ യാത്ര. പട്ടിണിയും പരിവട്ടവുമില്ലാത്ത നല്ല നാളേക്കുള്ള ഉണർത്തുപാട്ടുകളായി തോറ്റങ്ങൾ കാസർഗോഡൻ ഗ്രാമങ്ങളിൽ ഇനി മുഴങ്ങി കേൾക്കാം. പഞ്ഞമാസത്തിന്റെ വ്യാധികളകറ്റാൻ ആടിത്തെയ്യങ്ങൾ നാട്ടിലേക്ക് ഇറങ്ങുകയാണ് ഐതിഹ്യ പെരുമയോടെ. ഷാജു ചന്തപുരയ്ക്കൊപ്പം സാരംഗ് സുരേഷ്, മാതൃഭൂമി ന്യൂസ്, കാസർഗോഡ്.